അപ്പോൾ ഗൈസ് ഇവിടെ ചക്കയപ്പം ആവിയാണ്. ചക്കയപ്പം ഇതിനകത്തായി കേട്ടോ, തീരാറായി, കുറച്ചേ ഉള്ളൂ. ഇനി ഈ ക്യാമറമാൻ്റെ അഭാവേ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് എല്ലാം കാണിക്കാൻ പറ്റൂലേ. ഇത് വലിയ ഇലയാണേ, അപ്പം അതുകൊണ്ടാണ് ഇത് വലുതായിട്ട് പരത്തണം. ഉണ്ടോ, വലുതായിട്ട് പരത്തിയില്ലെങ്കിൽ കുഞ്ഞിലായതുകൊണ്ട് കുഞ്ഞായിട്ട് പരത്തി. ഇത് വലിയ ഇലയായിരുന്നു. വലിയ ഇല ഒരു 3-4 ഉള്ളൂ, ഒരുപാട് വലിയ ഇലയില്ല. അപ്പം ഇത് കണ്ടിട്ട് ചിലവർ പറയും ഉമ്മയെ കൊതിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ തെരളിയപ്പം ഇലയപ്പം ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ പാവം കുറേ പേര് വന്ന് മെസ്സേജ് അയക്കും, ഉമ്മയെ നീ കൊതിപ്പിക്കാനാണോ. സത്യമായിട്ടും അടുത്താണെങ്കിൽ തരായിരുന്നു, ദൂരമുള്ളവരാണ് ഒക്കെ മെസ്സേജ് അയക്കുന്നത്. പിന്നെ ഞാൻ ഭാവിയിൽ ചിലപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ഫുഡ് കോർണർ തുടങ്ങണമെന്ന്. അങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പാഴ്സൽ അയച്ചിട്ടാവേ. ഭയങ്കര ആഗ്രഹമാണ് തുടങ്ങണമെന്നുള്ളത്. എനിക്ക് നല്ല ആഗ്രഹമുള്ള ഒന്നാണ്. ഒന്നൊരു ഫുഡ് കോർണറും പിന്നെ ഒരു വൃദ്ധസദനവും. അത് അമ്മമാരെ മാത്രമല്ല അച്ഛന്മാരെയൊക്കെ നോക്കണം, എല്ലാവരും നോക്കാൻ പറ്റുന്ന രീതിയിൽ. അതെന്താ, അമ്മമാരെ മാത്രമേ മക്കൾ ഉപേക്ഷിക്കുള്ളൂ, അച്ഛന്മാർ ഉപേക്ഷിക്കുകയോ. എത്രയോ അച്ഛന്മാർ മക്കൾക്ക് വേണ്ടി ലൈഫ് ഫുള്ള് സ്പോയിൽ ചെയ്തിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അറ്റ് ലാസ്റ്റ് മക്കൾ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നു. എത്രയോ അച്ഛന്മാരെ ഉപേക്ഷിക്കുന്നു. ഇതിപ്പോ ഒരു വൃദ്ധസദനത്തിന്റെ ഒരു ഇത് കണ്ടു കേട്ടോ, നമ്മുടെ തെന്മലയും മറ്റോ സ്ഥലം ഞാൻ മറന്നുപോയി. അമ്മമാരെയൊക്കെ ഒരുപാട് മോശമായിട്ട് രീതിയിൽ ഉപദ്രവിക്കുന്നു എന്ന് കേട്ടപ്പോഴേ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടപ്പോൾ. നന്ദൂസ് റോട്ടിൽ പോയി, അവൻ ഫുട്ബോളിന് വേണ്ടി പോയി. ഇവിടെ ആരുമില്ല, ക്യാമറമാനൊന്നും ഇല്ലേ. പിന്നെ ചേട്ടൻ വെളിയിൽ കാറ് കഴിക്കൊണ്ടുവന്ന മനുഷ്യനെ വിളിച്ചാണ് അതായപ്പോൾ ഫോട്ടോ എടുക്കണം. പക്ഷേ ഫോട്ടോ എന്ന് ഇപ്പോൾ പറഞ്ഞോളൂ, വീഡിയോ എടുക്കണം. ഷോബൂസിന്റെ ഭാഷ ഇപ്പോൾ വരണോളൂ. അമ്മ അടിച്ചതിൻ്റെ അത് ഒരുപാട് പേര് ചോദിക്കും, അതെന്താ സംഭവം എന്നറിയോ. ഇന്നലെ നമ്മൾ ഹണി അറിയാം, കുഞ്ഞറിയാമല്ലോ ഹണി, അവൾ ഇച്ചിരി വിരളിയാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു അമ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അമ്മ അവരെ മരണം വരെ അമ്മ അവരെ ശ്രദ്ധിക്കത്തൂല, അവർ തിരിഞ്ഞു നോക്കത്തൂല. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു മോശം ക്യാരക്ടറുണ്ട്. അമ്മ ഒരാളെ വെറുത്തതാണ്. നമ്മൾ എങ്ങനെയൊക്കെ അവരെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അമ്മ കൺവീൻസ് ആവില്ല. അങ്ങനത്തെ ഒരു മോശം ക്യാരക്ടറുണ്ട്. അപ്പം അമ്മയ്ക്ക് ഹണിയെ ഇഷ്ടമല്ല, അതായത് സ്വീറ്റിയുടെ മോളെ ഹണിയെ ഇഷ്ടമല്ല. ഈ ഹണിയാണെങ്കിലോ ഈ തുറന്ന് വിട്ടാല് ശോഭനമ്മ എവിടെ നിന്നാലും ചാടി അമ്മയുടെ ദേഹത്ത് കയറി 2 ഉമ്മയൊക്കെ കൊടുക്കാണ്ട് അത് സമാധാനം വരൂല. അതിൻ്റെ ഒരു രീതിയാണത്. അത് അമ്മയ്ക്കും അറിയാം, പട്ടിക്കും അറിയാം. കാരണം നമ്മൾ എന്നെ തല്ലാനൊന്നും പോകൂല. കാര്യം ഇപ്പൊ എന്റെ നന്ദ നിന്നാലും തള്ളിയിടും, കുഞ്ഞ് നിന്നാലും തള്ളിയിടും. എല്ലാവരുടെയും ഇത് തന്നെ അവസ്ഥ. എന്നോട് ഭയങ്കര പ്രശ്നമാണ് പണ്ടാരം. ചേട്ടൻ്റെ മാത്രം കളിക്കാൻ പോകില്ല. കാര്യം ചേട്ടൻ്റെ ഇത് വാങ്ങിച്ചു പിടിക്കുമെന്നറിയാം, ചേട്ടൻ്റെ പോകൂല. അങ്ങനെ ഇലയുണ്ട്. അങ്ങനെ ഇന്നലെ ഹണിയെ തുറന്നു വിട്ടപ്പോൾ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഇന്നലെ നമ്മുടെ വെളിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ മരങ്ങളൊക്കെ മുറിച്ചിട്ട് നിറച്ച് ചുള്ളിയും ചവറൊക്കെ കിടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ജോലിയെ ഇത് വൃത്തിയാക്കലാണ്. അപ്പം ഞാൻ കുറേ ദിവസം പനിക്ക് ശേഷമൊക്കെ ആവത് വന്നത് ഇപ്പോഴായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ ആ വിറക് വെട്ടിക്കയറിക്കൊണ്ടുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞ് അമ്മ ഇത്തിരി ആ ഹണി ഒന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. എവര് പോയി തുറന്നത് പട്ടി ചാടി കയറി അമ്മയുടെ ബാലൻസ് തെറ്റി അമ്മ വീണ് കൈ കയറി അവിടെ ഇടിച്ചിട്ട് മുറിഞ്ഞു. ആ ദേഷ്യത്തിന് ഞാനവിടെ കുനിഞ്ഞു നിൽക്കായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓടിക്കൊണ്ട് വന്നു ഒരു ചവിട്ടന്നെ ഞാൻ അതാ അടക്കണം. ഞാൻ വീണു, നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ വീണിട്ട് അവിടെ ഇട്ട് എന്നാ വേണ്ട കടിച്ചു, കൈയൊക്കെ മുറിഞ്ഞു. വേണ്ട കൈയൊക്കെ മുറിഞ്ഞ് വിരളി പിടിച്ചു വെച്ച് കടിച്ചത്, കൈ മുറിഞ്ഞ്. പിന്നെ അടിച്ച് ചവിട്ടി എന്തൊക്കെയാ ചെയ്ത്. ഞാൻ പിന്നെ അവിടെ തന്നെ ഉയരും കൊണ്ടോടി. പിള്ളേരൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ പിള്ളേര് മേടിച്ചു. നന്ദപ്പൻ സ്നേഹിക്കുകയും ചെയ്യും, അതുപോലെ പ്രതികരിച്ച് നിൽക്കുകയും ചെയ്യും. അച്ഛമ്മ പോച്ചമ്മ എന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് സംശയം വരാം, അമ്മാരെ അടിയും കൊണ്ടുകൊണ്ട് നിഞ്ഞു വന്നോ, പിടിച്ചെങ്കിലും തള്ളിക്കൂടെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല, വേറൊന്നുമല്ല. നമുക്കിപ്പോൾ എനിക്ക് ഒന്നുമില്ല, ആരോഗ്യമുണ്ട് എന്നാ എൻ്റെ 10 ശക്തി കൊണ്ട് ശോഭനയ്ക്ക്, അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ തിരിച്ച് ഒരു തള്ളാങ്ങാനും പ്രതിരോധിക്കാനാണെങ്കിലും കൊടുത്താൽ പോലും അമ്മ പോയി ബാലൻസ് അങ്ങനെ തെറ്റി വീണ ഭയങ്കര പാടാം. പിന്നെ ഞാൻ ഇന്നീ കാണുന്ന സ്നേഹവും പ്രകടനവും ഒരാളുടെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാവില്ല. ഇത്രയും കാലം നമ്മൾ സ്നേഹത്തോടെ നോക്കി എന്നുള്ള പരിഗണനയും അപ്പം ആരും തരത്തൊന്നുമില്ല. അവൾ മനഃപൂർവ്വം ചെയ്തെന്നേ പറയുള്ളൂ. നമ്മൾ പ്രതിരോധിക്കാൻ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് ചെയ്തോ ഇതൊന്നും കാണുന്ന കാഴ്ചക്കാർ പറയില്ല.
അവള് സുഖമില്ലാത്തിടന്ന് എനിക്ക് അറിയാല്ല, നീ സൂക്ഷിക്കണവരെന്നേ പറയുള്ളൂ. നഷ്ടം വന്നാൽ എൻ്റെ പിള്ളേർക്കേ വരുള്ളൂ. അപ്പൊ ഞാൻ തിരിച്ചു വല്ല തള്ളും കൊടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതും ഞാനും ജീവിതകാലം മുഴുവൻ ഞാനും അത് പേറണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് തിരിച്ച് പിന്നെ ഭയങ്കര കുട്ടികളോട് ഉപദ്രവിക്കാൻ നിന്നാ ഞാൻ തിരിച്ച് അമ്മയെ പ്രതിരോധിക്കും. അത് ഒരു സംശയവും ഇല്ല. എന്നിട്ട് അടിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അമ്മയെ തള്ളി അമ്മേരെ വീട്ടിനകത്ത് വരെ കൊണ്ടുപോകും. പിന്നെ നീരസായിട്ട് ഡോറെ തുറന്നു കൊടുക്കും. ഡോറ വെളിയിറങ്ങിയ പിന്നെ അമ്മയെ നമ്മൾ തള്ളേം വേണ്ട പിടിക്കുകയും വേണ്ട ഒന്നും ചെയ്യണ്ട. ഡോറ എണീറ്റ് ഇങ്ങനെ ഒരു നിപ്പുണ്ട്, ആ നിപ്പിന് ശോഭന ഷൂ ആണ്. അങ്ങനെ എപ്പോഴും അങ്ങനെ ഡോറെ തുറക്കൂല, തുറക്കേണ്ടി വന്നാൽ മാത്രം തുറന്നു വിടും. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അതിക്രമം ആയതുകൊണ്ട് എനിക്ക് ഡോറയൊന്നും തുറക്കാൻ സമയം കിട്ടിയില്ല. എനിക്കാണെങ്കിൽ ഞാൻ ഒരു 2 ആഴ്ച കൊണ്ട് ഓർത്തോയിൽ കാണിച്ച്, എനിക്ക് നല്ല ബാക്ക് പെയിൻ ആട്ടോ. അങ്ങനെ 2 ആഴ്ച കൊണ്ട് ഞാൻ ഓർത്തോയിൽ കാണിച്ച് ഡോക്ടർ പല മരുന്നുകളും തന്ന് നടുവേദന കുറവില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ നിന്ന് ലാസ്റ്റ് ഡോക്ടർ കണ്ട ഒരു വൈറ്റമിൻ B12 ടാബ്ലറ്റ്, വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ഡിയുടെ ഒരു ടാബ്ലറ്റ്, B12 ടാബ്ലറ്റ് ഒക്കെ തന്ന് അത് തിന്ന് ഞാൻ നടുവേദന ഇത്തിരി കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ തന്നെ ചവിട്ടി തന്നു. 2 ദിവസം കൊണ്ട് ഇപ്പം ഇന്നലെ തൊട്ട് നടുവേദന. എന്നിരുന്നത് നമുക്ക് നിൽക്കാൻ പറ്റുമോ, ജോലി ചെയ്തിരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. ശോഭന ചവിട്ടും, ശോഭന തരും, ശോഭന നുള്ളും പിച്ചും. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറ്റബോധവും വരും, അത് വേറൊരു കാര്യം. 10 മിനിറ്റ് കഴിയുമ്പോൾ കുറ്റബോധം വരും. പിന്നെ അമ്മയുടെ കുറ്റബോധത്തിന് നമ്മൾ ജീവനോടെ നിൽക്കണം എന്നുള്ള നമ്മുടെ ആവശ്യകത ആയതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എങ്ങനെയൊന്നും പ്രതിരോധിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് സംഭവം. എന്ത് കുറ്റബോധം വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലേ, വേദന തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിതൊരു പാർട്ട് ഓഫ് ലൈഫായി. എനിക്കിപ്പോൾ അമ്മ ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലാണ് പ്രശ്നം. എന്തോ ഒരു കുഴപ്പമെന്നുള്ള സംശയമായി തുടങ്ങി. പിന്നെ ഇത് കേട്ടിട്ട് ആരും വിചാരിക്കരുത് അവൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നു, കൊടുക്കുന്നു, ദ്രവിക്കുന്നു എന്ന് ആരും വിചാരിക്കേണ്ട. അമ്മ എന്ന് പറയുന്നത് ശരി തന്നെ ഇത്തിരി കഷ്ടപ്പാടാണ്, അമ്മയെ പ്രതിരോധിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. എത്ര 1 വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നു, 1 വർഷമായിട്ടും ആൾക്കാർ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അവരാരും ഇപ്പൊ ശോഭന നല്ല മാറ്റം ഉണ്ടെന്ന് ഞാൻ വെളിയിലിറങ്ങി ഒരു മൈക്ക് വെച്ച് കുട്ടിയാലും ആരും ഉൾക്കൊള്ളൂല. എല്ലാരും പറയണ ഓ എത്ര ദിവസത്തേക്ക് മാറ്റം ഇങ്ങനെ പറയുള്ളൂ. ഇനി അമ്മ ഒരു 10 കൊല്ലം അമ്മ മാറ്റം ഉണ്ടെന്ന് ഞാൻ ആരെങ്കിലും കാണിക്കാൻ ശ്രമിച്ചാൽ ആരും വിശ്വസിക്കൂല. അതുകൊണ്ട് അമ്മ ഇങ്ങനെ തന്നെയാണ്, അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും, തരാനുള്ള തരുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ആരും ഈ പറഞ്ഞ മാതിരി അവള് കഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണ്ട. അടച്ചില്ലല്ലോ ലാസ്റ്റതും വെച്ചിട്ട്. എനിക്ക് അമ്മയെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അതുവഴിയാൽ എനിക്ക് സ്വർഗം തന്നെയാണ്. ഇത് വേറൊരു കാര്യം. പിന്നെ ഇതിനൊരു കാര്യം മനസ്സിലായി, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അഗ്രസീവ് ആവുന്നതിന് റീസൺ ഉണ്ട്. വാവെടുത്തു, കർക്കിടക വാവാറായില്ലേ. ഞാൻ ഇന്നലെ കടയിൽ ചെന്നപ്പോൾ അവരുള്ള ഒരാളാ പറഞ്ഞേ, അമ്മ ഈ കിടന്ന് അലക്കിനെ വിളിക്കണൊക്കെ എല്ലാവർക്കും കേൾക്കാൻ പറ്റും, ഭയങ്കര ബഹളം. അപ്പം അവര് പറഞ്ഞു എടി ശോഭനയ്ക്ക് വാവെടുത്തപ്പോൾ ബഹളമായല്ലോ എന്ന്. അപ്പോഴാണ് ആലോചിച്ചു, ശരിയാ വാവെടുത്തല്ലോ. അപ്പൊ വാവെടുക്കുമ്പോ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. ഒരു ക്രാവലും ഒരു ബഹളവും ഒരിടത്ത് ഇരുത്തി അവിടെ ഇരിക്കും പ്രതിമ പോലെ. ഉറക്കം വരും, ഉറക്കം വന്നാലും ഉറങ്ങൂല, ഒരു ഓർമ്മയും കാണൂല. നമ്മൾ പറയുന്നതല്ല അമ്മ കേൾക്കുന്നതല്ല ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ടഫായിട്ടുള്ളൊരു പീരീഡാണ് ഇനി അങ്ങോട്ട്. ഒരു 3-4 ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇനി അത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പിള്ളേരെ സൂക്ഷിക്കണം, അങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. പിന്നെ ഞാൻ സൂക്ഷിക്കണം, ഞാൻ വെളിയിൽ നിൽക്കുമ്പോ ഒരു 2 പേരെ തുറന്നു വിട്ടിരിക്കണം അങ്ങനെ. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ചക്കയപ്പം അടുപ്പത്തായി. കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ കൂടെ എന്താ സംഭവിച്ചതെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ ചക്കയപ്പം അടുപ്പത്തായേ. ഇനി വേവിച്ച് തിന്നിട്ട് കാണിച്ചത് ചായ ഇടുമ്പോഴേ ഇനി പൊളിക്കുള്ളൂ. മണി 3:30 അപ്പൊ ചായ ഇട്ട് ചക്കയപ്പായിട്ട് കാണാം. ഇത്ര നേരമായിട്ടും ചക്ക ആയില്ലേ, ചക്കയപ്പം ആയില്ലേ? അടുപ്പി കിടക്കണ കൂടെ ഇതുവരെക്ക് വേണ്ടിട്ട് വിശകന് അമ്മിക്കല്ലി കുഴവി എടുത്തതാ. ഒരു 2 കടിയും കൂടെ പോയി കടിച്ചു. ഇന്നലെ പട്ടി തള്ളിയിട്ട വേവാണെങ്കിൽ ഇന്ന് ഇലയപ്പം വേവാത്തതിന്റെ വേവിരുതാണ്ട് ഓടിച്ചെന്നൊരു ചാടി ഒരു കടി കഴുത്തിൽ ചാടി വരുന്ന ഒരു കടി കടി കഴിക്കാൻ. ഇങ്ങനെ കറിക്കൊന്ന് പറഞ്ഞു എന്ന് കടിക്കോ, എന്ന് കറി കടിക്കോ? കുടഞ്ഞു വരണേന്നെന്താ
എന്നും കത്തിക്കയില്ല. കടിക്കൊള്ളൂ. എന്ന് കടിക്കൂല. ഇതൊന്നും കടിക്കൂല. ഞാൻ പിടിക്കൂല കടിക്കൂല. അതിനെയൊന്നും കടിക്കൂല. അതിനെ കടിച്ച വിവരം അറിയും. തിരിച്ചു കിട്ടും അല്ലേ ഡോറെ? ഡോറെ ഇവരിന്നലെ കടിച്ചെന്നാ, ഇവര് കടിച്ചെന്നാ ഇതാ പറഞ്ഞു. അപ്പൊ ഞാൻ തുണി കഴിവാ, എനിക്ക് വയ്യ എന്നൊക്കെയാണ്. അതിപ്പോ ഏതെങ്കിലും എന്തിനെങ്കിലും കാണണമെങ്കിൽ ഒരു കുടയേകം താ കിടക്കണം, തെക്ക് കിടക്കണം. അനങ്ങിയില്ലേട്ടാ പാവ ഇതൊക്കെയാണെങ്കിലും പട്ടി 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 ദേഷ്യം കൊണ്ടൊക്കെ ഇങ്ങോട്ട് മാറിയില്ല നന്ദ. ദേഷ്യം കൊണ്ടാടാ. ഇങ്ങോട്ട് മാറിയില്ല നന്ദ. അതിന്റെ ഇടയിൽ മാറി മാറിയില്ല. ഈ സ്ലാബെല്ലാം കൂടെ പൊത്തു വീഴും. പോ ആനെ അങ്ങോട്ട്. പിന്നെ എന്തൊരു പറയാനാണ്? എന്തൊരു പറയാനും? ആരോട് പറയണം? പട്ടി ഞാനാണ് പട്ടിയല്ലേ. ഇനി എന്തൊരു പറയുന്നു? അപ്പൊ വേവാത്തോണ്ട് പാട്ടി 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 വേവാത്തോണ്ടാണ് തരാത്തത്. നന്ദ ചുമ്മാ ഇരു നന്ദ. അവൻ അതിന്റെ ഒരെണ്ണം കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്നും കടിക്കൂല, അതാണ് കുഴപ്പം. ഉടമസ്ഥരെ കടിച്ച് ഞങ്ങൾക്ക് ശീലയില്ലാന്ന്. രാവിലാണെങ്കിൽ തള്ളിട്ട് ഉരുട്ട. ഡോറെ കുളിക്കണാ? നോക്കുന്നേ കുളിപ്പിക്കുമ്പോ ഞാൻ കൊണ്ട് വാരി ഇടത്തില്ല. മടലിട്ട് ഒരു അടി കിട്ടിയാ ഉയിര് പോവും. എന്തേനാ അത് വാരി അങ്ങോട്ട് കത്തിക്കുന്നിടത്ത് കൊണ്ട് മാറ്റാം. അങ്ങനെ ജോലി നിറഞ്ഞു പോയാ? അങ്ങ് കൊണ്ടുവരണേ ആ റിങ്ങിന്റെ അത് ഒന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വെളിഞ്ഞ് കത്തിക്കണം. തോണ്ട അറിങ്ങിന്റെ അവിടെ കൊണ്ട് തട്ട്. തോണ്ടട അവിടെ അവിടെ ചവറ് തട്ടിയിരിക്കണം. ഇത് ശോഭന അച്ചാമ്മയുടെ വേല. നിന്റെ അച്ചാമ്മയുടെ വേലയാണ് താണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചവറ് തട്ടി. ഇത് അത്രയും ഞാൻ കത്തിച്ചു തീർക്കണം. അവിടെ ഇട്, അവിടെ ഇട്. ആ അവിടെ തട്ട്. അകത്തോട്ട് തട്ടടാ ചെറുക്ക, വെളിയിലോട്ട് തട്ടാതാ. ലക്കടി ലക്കടി കണ്ട്രാ കളിക്കണ്ടത്. ഇവിടെ ഇത്രയും വൃത്തിയാക്കിയത് ഞാൻ ഇന്നലെ എങ്ങനെ കിടന്നത് ഇവിടെ. ഇത്രയും കത്തിച്ച് തീർത്തില്ല, ഇനി ഇത് മുഴുവൻ കത്തിച്ച് തീർക്കണം. ഞാൻ പോണ, എനിക്ക് ജോലിയുണ്ട്. എന്നിട്ട് അടുത്ത കടി വാങ്ങിട്ട് അതും കൂടെ പറ. കാണാൻ പറ്റുമോ? അപ്പൊ ഗൈസ്, നമ്മളെ ഇലയപ്പ ഇവിടെ ആയിട്ടുണ്ട്. നമ്മളെ ഇലയപ്പ റെഡി ആയിട്ടുണ്ടേ. നല്ല ചൂടുണ്ട്. അമ്മയ്ക്കാണ്, അമ്മയ്ക്ക്. ഇത് നമുക്ക് കുഞ്ഞ് മതി, കുഞ്ഞ്. ഇവിടെ നമ്മൾ വലിയതായിട്ട് അത് കഴിക്കത്തൊന്നുമില്ല. എന്നോട്ട് കഴിച്ചാ മതി, ഞാൻ തരും ഇപ്പം. നെയ് നെയ് പാപ്പം പാപ്പം പാപ്പം. അമ്മേ അച്ഛമ്മ ആദ്യം കൈ കഴിവ്. ആ കഴിവ്. കളം കൊള്ളൂല്ലേ? വട്ടൻ. എടാ പിന്നെ ചക്കയപ്പോന്ന് പറഞ്ഞ പിന്നെ എന്തോന്നാണ്ട? കിഴങ്ങാ. കൊള്ളാം.
ഇരിക്ക് ഇരിക്ക് ചക്ക കുറവാണ്. ഇരിക്ക്. ഇതിനു വേണ്ടി തന്നെ ഇവിടെ ബഹളം ഉണ്ടാക്കിയാ? എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, നിണ്ടായി. ചക്കയപ്പം തിന്നന്നേ. ഇത് എന്തിനു കാണിക്കണത് അമ്മ? നിങ്ങൾ എന്തിനാണ് തുറക്കാൻ നോക്കണേന്നാ? അത് മറ്റേ റബ്ബർ ബാൻഡ് വരെ തുറക്കുവാളെ മാറ്റി വെച്ച്. അത് കൊള്ളൂല, അത് പോരാ. ഇങ്ങോട്ടടിക്ക്, ഇങ്ങോട്ടെടു. ഈ തിന്നാൻ കാണിക്കണ വെപ്രാള് ഇത് തുറക്കാൻ കാണുമ്പോ ഞാൻ കാണണില്ല. കഴിക്ക്. ബർഗർ പിസ്സ പറഞ്ഞിട്ടുണ്ട് നാളെ ഒന്ന് മറന്നു വരണം. നാളെ മര്യാദക്ക് ബർഗർ വണ്ടി ഓട്ടിക്കാതെ നിങ്ങൾ അതങ്ങോട്ട് എടുത്ത് തിന്നാണ് അങ്ങോട്ട്. ഇല്ലേ വെള്ളം കൂടി ചായ എടുക്കണ. തൊലിച്ചു കൊടുത്തിട്ട് തിന്നാൻ പറ്റണില്ലേ അമ്മ? ഇല ഇവലായിട്ട് ചേരണില്ല കേട്ടോ, എന്തോ പ്രശ്നമുണ്ട്. ഓ ഇല ആടാ അമ്മ, ഇലയാവാ. ആൾക്കാർ കുഴപ്പമില്ല പറയട്ട്. അമ്മ അത് ഇലയുണ്ട്. എനിക്ക് മറ്റേ പട്ടികള് കഴിക്കുമ്പോഴേ അതിനകത്ത് മറ്റേ കൈയിടുമ്പോ കടി കിട്ടുമല്ലോ, അതുപോലെയാണ് പേടി. എടുത്താങ്ങാനും ഉരിക്കാനെങ്ങാനും പോയ കൈ തടി എന്നാലാ ഞാൻ ഉരിച്ചിരട്ടാ. മറുപടി പറയൂല തിന്നാൻ. അമ്മ ഉരിച്ചിരട്ടാ. ആലുവ മണപ്പുറത്ത് വെച്ചിട്ടുണ്ട ഭാവം പോലും ഇല്ല. അമ്മ ഉരിച്ചു തരട്ടാ. കൊള്ളാമോ? അങ്ങോട്ട് നോക്കി പറ, നല്ല രുചിയുണ്ടെന്ന് പറ. എന്തര് ഇത് കൊള്ളാല്ല. തിന്നാൻ കൊടുക്കുകയും വേണം, പിന്നെ അവരുടെ മറ്റേ റൂള് ഞാൻ കേൾക്കുകയും വേണം. എല്ലാവർക്കും മനസ്സിലായി. ഇത് വേണോ? ഇത് ഞാൻ തിന്നട്ടാ? ഇത് വേണോ? ഇത് ഞാൻ തിന്നട്ടാ? കിട്ടിയ അമ്മ ഓ വാങ്ങിച്ചു വെച്ചു. ആവശ്യം മറ്റേ മുട്ടനാട് നമ്മളവിടെ നാട്ടിലൊരു ആടിനെ വളർത്തുന്ന മാമനുണ്ട്. ആ മാമന്റെ ആടുകൾ എപ്പോഴും ഇന്ന് കൊറേ പള്ള ഞാൻ കേക്കും. ഇപ്പൊ വരും ആൾക്കാർ, എന്റെ ശോഭന നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറയാൻ പാടുണ്ടോ? ഇപ്പൊ വരും. അയ്യോ പോയി. ഇത് കാണട്ടെ, ഇതിലും വലിയ കാഴ്ച എന്റെ സ്വപ്നങ്ങളിൽ മാത്രം. പുറകില് ഞാനുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. വിശപ്പ് മാറിയാ? അയ്യോ അമ്മേ, ഇപ്പൊ പുട്ട് തന്നില്ല ഞാൻ. ഇപ്പം ഭഗവാനെ, എനിക്കിതൊന്നും കേട്ടിട്ട് ജീവിക്കാൻ പറ്റണില്ലേ? കൈലാക്കാരി വിട്ട് കടിച്ചു മാറി.
ആനക്കുട്ടീനെ ഫ്രൈ അപ്പൊ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടാ? ഉണ്ടാ? രണ്ടുപേർക്കും തിന്നാതെ ഈ എങ്ങനെ തിന്നാതെ കിടക്കണം? നിങ്ങൾ നേരം വെളുത്ത് തിന്നോണ്ടിരിക്കല്ലേ? അതാര് തോണ്ടിയിരിക്കണ അമ്മച്ചി? സ്വീറ്റ് കൊതിവിട്ടിരിക്കണം. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നത്. കഴിഞ്ഞതേ ഉള്ളൂ, ഉണ്ടായി. സ്വീറ്റ് കൊതിവിട്ടിരിക്കണം. ഇറ്റിറ്റ് വീണ് വെള്ളം. ഇല പോലും തരൂല ശോഭന. അപ്രതീക്ഷ നിനക്ക് വേണ്ട സ്വീറ്റ്. തന്നെ എന്തരന്ന് സോപ്പ് എടുത്ത് കൊടുക്കുക. അങ്ങനെ തന്നെ പറഞ്ഞാ? സോപ്പം തന്നെ പറഞ്ഞോ? യോ, എന്റെ കൊച്ചു മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അവരെ ഭാഷ. എനിക്ക് മനസ്സിലായില്ല. തെലുങ്ക? വയറ് വീത്താ? ഇനി എന്തൊരു വേണം? ഇരിക്കും. രാത്രി വിളക്ക് എത്തിച്ചിട്ട് ചോർമാൻ ചെയ്യുന്ന ചിലപ്പോഴേ നമ്മള് കാണുമല്ലേ മുളക്ക. ഞാൻ രാത്രി ഇവിടെ കാണൂല. ഞാൻ വെളിയിലോട്ട് പോണു. പാർക്കിൽ പോകും. പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോണു. നിങ്ങൾ പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോണു. നിങ്ങൾ പോയിക്കാ, ഞാൻ വരില്ല. ചമ്മനെ കൊണ്ടുപോകാൻ പറ്റൂല. നീ പോകുന്നവരുടെ നീ പോകുന്ന പല വരക്കാര് കഴിക്കാൻ വന്നിട്ട് പോകും. എന്തരമ്മ ഈ കൈ ഇങ്ങനെ ഇരിക്കണ? ഇങ്ങനെ ഈ കൈയാ? കൈ കൈ നീരല്ലല്ലോ, ഇത് എല്ല് മാറിയിരിക്കും പോലത്തെ അല്ലേ? കൈ കൈ ഇങ്ങനെ. ഓ, ഇതാണ് നമുക്ക് വെട്ട് കിട്ടിയെന്ന് പറഞ്ഞ കൈയല്ലേ? ഷോൾഡറിലാണോ? അതൊക്കെ നേരത്തെ. ശോഭനയാ? വിളിയോ? നീ മിണ്ടാതിരി. 9-ലല്ലേ? കുഴപ്പമില്ല. എന്തായിരുന്നു? വയറ് വീത്തമ്മ ഏമ്പക്കം പോയി. വയറ് വീത്ത് ഏമ്പക്കം പോയി. വീതാ? അപ്പൊ വീത്താ? വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ടാ? കുളിയ എടുക്കാൻ നീ വരുമോ? എവിടെ വരണം? നീ ഇവിടെ വരുമോ? ഞാൻ ഇവിടെ ഉണ്ടാവും. ഇന്ന് വെളിയിൽ പോണോട്ടോ. അത് ഞാൻ ഗുളിക തന്നിട്ട് പോവാ. കുളിയെ തന്നിട്ട് ക്ലാസ് ഒക്കെ പോണു. ഞാൻ കഴിവാന്നേ ക്ലാസ്. ഞാൻ കഴിവ് തരാം. സത്യമായിട്ടും കഴിവാൻ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ മൈൻഡ് മാറി നിൽക്കണോണ്ട് സ്ഥിരം ചെയ്യുന്ന ജോലികൾ നമ്മൾ ചെയ്താൽ ഇഷ്ടപ്പെടൂല. അമ്മേനെ സ്ഥിരം കഴിവണ പാത്രവും ഗ്ലാസ് ഒക്കെ. എവിടെ പോണം? അങ്ങോട്ടല്ല പൈപ്പ് അങ്ങ്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ചക്ക ലാവിന്ന് വെട്ടി പഴുപ്പിച്ച്, പഴുത്ത് തന്നെ ആയിരുന്നു കേട്ടോ, നല്ല വിളഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ പഴുത്തായിരുന്നു. പഴുത്ത് ചക്കയപ്പോയി, വയറ്റിലും പോയി. അപ്പം ഇന്നത്തെ ചക്കയപ്പ വിശേഷം ഇവിടെ അവസാനിച്ചേക്കുവാണ്. ടാറ്റാ ബൈ. ഞാൻ ആദ്യത്തെ ചോദിക്കും.